നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ചധികം നാളായിട്ട് റിവേഴ്സൽ ട്രേഡിംഗ് ആണ്. എസ്പെഷ്യലി ഓർഡർ ബ്ലോക്ക് ട്രേഡിംഗ് എന്നൊക്കെ പറയും, സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രേഡിംഗ് എന്നെല്ലാം പറയാം. മെയിൻലി ഓർഡർ ബ്ലോക്ക് എന്ന് തന്നെ പറയാനാണ് നമ്മളുടെയും ഇഷ്ടം. സോ ദാറ്റ് ഇത് എങ്ങനെ ഓരോ ദിവസവും വർക്ക് ചെയ്യുന്നു എന്ന് നിരന്തരം നമ്മൾ അതിനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു 100-200 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു രീതി മാത്രം ഫോക്കസ് ചെയ്ത് മാർക്കറ്റിനെ വാച്ച് ചെയ്യുന്ന ഒരാൾക്ക് അത് എത്ര തവണ കൃത്യമായി സംഭവിക്കുന്നുണ്ട്, ഒരു മോർ ദാൻ 50% ഓഫ് ടൈം ഇത് വെച്ചിട്ട് ട്രേഡ് എടുത്താൽ വിൻ റേഷ്യോ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1:2 റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾക്ക് നല്ല രീതിയിലൊരു വിജയം അതിലൂടെ കരസ്ഥമാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പോകുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളും പിന്നെ കുറച്ച് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പരത്തി പല ഭാഗത്തു നിന്നായിട്ട് പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ പഠിക്കുന്ന കുറച്ചധികം തിയറിയേക്കാൾ കൂടുതൽ നമുക്ക് ഗുണപ്പെട്ടേക്കാവുന്നത് ഇതിനകത്തെ മാത്തമാറ്റിക്സും ഇതിനകത്ത് ഒരു പർട്ടിക്കുലർ രീതി ഫോളോ ചെയ്ത് തുടർച്ചയായി നമ്മൾ അതിനെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതുമൊക്കെ ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. നമ്മളുടെ വിപ്രോയുടെ ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇന്നത് സൈഡ് വേസ് ആയിരുന്നു. നമുക്കറിയാം, മാർക്കറ്റ് പൊതുവെ 2 തരത്തിൽ നമുക്ക് പറയാൻ പറ്റും. മാർക്കറ്റിൽ അല്ലെങ്കിൽ 2 തരം കാര്യങ്ങളെ നടക്കേണ്ടതുള്ളൂ ഒരു ദിവസം. ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്ത് നിന്നും കണ്ടിന്യൂസ് ആയിട്ട് മുകളിലേക്ക് തന്നെ ഒരു സ്വിംഗ് ഹൈ സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഈ കാണുന്ന പോലെ ഇവിടെ ഇങ്ങനെ ഒരു മൂവ്, ഇത് ട്രെൻഡിങ് മാർക്കറ്റ് എന്ന് നമുക്ക് പറയാം. ഒരു അപ് ട്രെൻഡാണ് നമ്മളിവിടെ കാണുന്നത്. ഒന്നുകിൽ ആ രീതിയിൽ മാർക്കറ്റിനെ മൂവ് ചെയ്യാം, അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഓപ്പൺ ചെയ്തെടുത്തുനിന്ന് താഴത്തേക്ക് സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്ത് ഈ രീതിയിലൊരു ഡൗൺ ട്രെൻഡ് ഇങ്ങനെ മാർക്കറ്റിന് മൂവ് ചെയ്യാം. അപ്പോൾ ഒന്നെങ്കിൽ മുകളിലേക്ക് അല്ലെങ്കിൽ താഴത്തേക്ക്, ഇതൊരു നമുക്ക് ട്രെൻഡിങ് മാർക്കറ്റ് എന്ന് പറയാം. ഇനി ഇതല്ലാതെ ഇന്നിപ്പോൾ ഈ കാണുന്നത് പോലെ ഒരു സപ്പോർട്ട് താഴത്ത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, മുകളിലൊരു റെസിസ്റ്റൻസും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അതിനെ ബ്രേക്ക് ചെയ്ത് കാര്യമായിട്ട് എങ്ങോട്ടും പോകുന്നില്ല. അതിനുള്ളിൽ തന്നെ മാർക്കറ്റ് സ്റ്റേ ചെയ്യുന്ന ഒരവസ്ഥ. മുകളിൽ പോയി ഹിറ്റ് ചെയ്താൽ തിരികെ താഴത്ത് വന്ന് ഹിറ്റ് ചെയ്യുന്നു, അവിടുന്ന് വീണ്ടും മുകളിലേക്ക് പോയി ഹിറ്റ് ചെയ്യുന്നു. അപ്പോൾ സൈഡ് വേസ് മാർക്കറ്റ്. ഇനി ഈ ട്രെൻഡിങ് മാർക്കറ്റാണോ കൂടുതൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സൈഡ് വേസ് മാർക്കറ്റാണോ കൂടുതൽ ഒരു വർഷത്തിൽ കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് കൂടുതലും സൈഡ് വേസ് മാർക്കറ്റ് എന്നാണ് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തുക. എത്ര ശതമാനമാണ് ഒരു വർഷത്തിൽ മാർക്കറ്റ് ട്രെൻഡിങ് ഡേയ്സ് ഉണ്ടാകാനുള്ള സാധ്യത, അതുപോലെ തന്നെ എത്ര ശതമാനം സൈഡ് വേസ് ഉണ്ടാകാനാണ് സാധ്യത? ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയുണ്ടെന്ന് അറിഞ്ഞിരിക്കുന്നത് നമ്മൾ ഫോളോ ചെയ്യുന്ന രീതി, ട്രേഡിംഗ് സ്റ്റൈൽ ഏതാണോ അതിനോട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ട്രെൻഡ് ട്രേഡിംഗ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴും മാർക്കറ്റ് ട്രെൻഡിങ് ആയിരിക്കുന്നതാണ് ഗുണപ്പെടുക. അതേസമയം റിവേഴ്സൽ ട്രേഡിംഗ് ചെയ്യുന്ന ഒരാൾക്ക് എല്ലായ്പ്പോഴും മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റായിട്ട് കൺസോൾട്ടേഷനിലെ സൈഡ് വേസ് മാർക്കറ്റായിരിക്കും അയാൾക്ക് കൂടുതൽ ഫലപ്രദമാകുക. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് അതിൻ്റെ എന്തെങ്കിലും മാത്തമാറ്റിക്സ് ഇപ്പോൾ ഒരു വർഷം നോക്കി 2024 നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല. സപ്പോസ് നിങ്ങളിങ്ങനെ കരുതുക, ട്രെൻഡിങ് ഡേയ്സ് ആണ് കൂടുതൽ ഉണ്ടായിരുന്നതെന്ന് കരുതിയാൽ ആ വർഷം ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ട്രേഡേഴ്സ് ആയിരിക്കും. ഇനി 2023 കണക്കെടുക്കുമ്പോൾ നമുക്ക് അങ്ങനെയല്ല കാണുന്നത്. സൈഡ് വേസ് മാർക്കറ്റാണ്, ഡേയ്സ് ആണ് കൂടുതൽ ഉണ്ടായിരുന്നത് എങ്കിൽ റിവേഴ്സൽ ട്രേഡ് ചെയ്യുന്നവർക്കായിരിക്കും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ, ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന കുറേ മാത്തമാറ്റിക്സ് ഉണ്ട്. ഇതുപോലെയുള്ള വിശകലനങ്ങളൊക്കെ നമ്മളൊന്ന് എടുത്തു പോകുന്നത് ഏത് സ്റ്റൈൽ ഓഫ് ട്രേഡിംഗ് നമ്മൾ എടുക്കണം എന്നത് പോലും തീരുമാനിക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് കാണാം നമുക്ക് സൈഡ് വേസ് മാർക്കറ്റായിരുന്നു. ഇനി ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഓപ്പൺ ചെയ്ത് അവിടുന്ന് ഒരു സപ്പോർട്ട് ലൈനെ ബ്രേക്ക് ചെയ്തു, വീണ്ടും അടുത്തതിൽ വന്നു, അതിനെയും ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോയിരുന്നു. അതായത് ഇതൊരു ട്രെൻഡിങ് മാർക്കറ്റാണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി അതിന് മുന്നത്തെ ദിവസം എടുത്തു കഴിഞ്ഞാൽ ഇത് നിഫ്റ്റി 50യുടെ ചാർട്ടാണ്. ഇത് കയറി ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, മുകളിലത്തെ റെസിസ്റ്റൻസിൽ ഇടിച്ചു, അതിന് ശേഷം അതിന് വീണ്ടും ബ്രേക്ക് ചെയ്തു,
അതിനുശേഷം അവിടെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് വീണ്ടും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. അപ്പോൾ 1, 2, 3 റെസിസ്റ്റൻസ് ലൈനുകൾ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു അപ് ട്രെൻഡ് മാർക്കറ്റായിരുന്നു. അതുപോലെ ഓരോ ദിവസങ്ങളും നമുക്ക് എടുത്ത് നോക്കിയാൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഏത് സ്റ്റൈലാണ് മാർക്കറ്റ്. ഇന്നത്തെ ഈ ഒരു ദിവസം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം മുകളിൽ ഇടിച്ചപ്പോൾ റിവേഴ്സലായി താഴെ വന്നു, വീണ്ടും മുകളിൽ പോയി ഇടിച്ചു, വീണ്ടും താഴെ വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പർട്ടിക്കുലർ സപ്പോർട്ടിനും റെസിസ്റ്റൻസിനും ഇടയിൽ തന്നെ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് വേണ്ടത് സൈഡ് വേസ് മാർക്കറ്റാണ്. അപ്പോൾ ഇങ്ങനെ കൂടുതലും മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്, ഇതിൻ്റെ കണക്കുമൊക്കെ നമ്മളൊരു ട്രേഡർ എന്ന നിലയ്ക്ക് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഓപ്പൺ ചെയ്തു, മുകളിൽ റെസിസ്റ്റൻസ് എടുത്ത് താഴത്ത് വന്ന് ഇടിച്ചു, മുകളിൽ പോയി ഇടിച്ചു, അത് അതിനുള്ളിൽ തന്നെ. പിന്നീട് ആ റേഞ്ചിന് വിട്ട് മാർക്കറ്റ് പോകുന്നില്ല. കൂടുതൽ സമയം നിന്നത് ഒരു പർട്ടിക്കുലർ 2 പ്രൈസ് റേഞ്ചിനുള്ളിലാണ്. അപ്പോൾ എത്ര ശതമാനം ദിവസങ്ങളാണ് ഒരു വർഷത്തിൽ റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ട്രെൻഡിങ് മാർക്കറ്റ് ഉണ്ടാകുന്നത്, ഇതൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യകത ഉണ്ട് മുന്നോട്ടുള്ള ട്രേഡിങ്ങിൽ. അപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റായിരുന്നു. അപ്പോൾ ഇത് റിവേഴ്സൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ ഗുണപ്രദമായിട്ടുള്ള രീതിയിലുള്ളൊരു മാർക്കറ്റ് കണ്ടീഷനാണ്. ഇനി നമ്മൾ അടയാളപ്പെടുത്തി വെച്ചേച്ച നമ്മുടെ ഷെയറുകളിലേക്ക് ഒരു 5 വാച്ച് ലിസ്റ്റിൽ നമ്മൾ വെച്ചേക്കുന്നത്, അതിലേക്ക് നമുക്കൊന്ന് പോകാം. വിപ്രോ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് ഇവിടുന്നാണ് താഴത്തെ ലൈനിൽ സപ്പോർട്ട് എടുത്തു. അതിനുശേഷം റിജക്റ്റ് ചെയ്ത് മുകളിലേക്ക് മാർക്കറ്റ് കയറിപ്പോയി. മുകളിലത്തെ പ്രൈസ് ആക്ഷൻ പോയിൻ്റ് നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരുന്നു, അതിൽ പോയിട്ട് ഹിറ്റ് ചെയ്തു. ഈ ഒരു ഓർഡർ ബ്ലോക്കാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിരുന്നത്. അതിൽ പോയി ഹിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും റിവേഴ്സായി താഴത്ത് വന്ന് ഹിറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും പോയി മുകളിലത്തെ റെസിസ്റ്റൻസിൽ വീണ്ടും ഹിറ്റ് ചെയ്യുന്നു. ക്ലിയർലി ഒരു സൈഡ് വേസ് മാർക്കറ്റാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവിടെ വന്ന് ഹിറ്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു എൻട്രി നമുക്കൊരു പക്ഷേ കിട്ടുന്നുണ്ടാവില്ല. ഫസ്റ്റ് എൻട്രി കിട്ടുന്നത് മുകളിലത്തെ റെസിസ്റ്റൻസ് കൃത്യമായിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഓർഡർ ഇട്ട് വെച്ചേച്ച ഒരാൾക്ക് അവിടെ വരുമ്പോൾ എന്തായാലും ആ ഓർഡർ ഹിറ്റാവുന്നുണ്ടാവും. അതിനുശേഷം അവിടുന്ന് ആൾക്ക് താഴത്തേക്ക് ഇവിടെ വരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസിൽ വരെ വരണം. 1:2 അതിൻ്റെ ഇവിടെ താഴത്തേക്ക് എത്തുമ്പോഴാണ് 1:2 ഇവിടെ അച്ചീവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടെ എൻട്രി ഇട്ടിരുന്ന ഒരാൾക്കും, ഇപ്പോൾ നമ്മളിവിടെ എൻട്രി എടുത്തു, മറ്റൊരാൾ ഇവിടെയാണ് എൻട്രി പ്ലേസ് ചെയ്തിരുന്നതെങ്കിൽ അയാൾക്ക് ഇവിടെ വരുമ്പോൾ എൻട്രി എടുത്താലും അയാൾക്ക് മുകളിലേക്ക് പോകുമ്പോൾ 1:2 അവിടെ കിട്ടുന്നില്ല എങ്കിലും ക്ലോസിങ് ഇവിടെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു പ്രോഫിറ്റിൽ തന്നെ അയാളും ക്ലോസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ 1, 2 അങ്ങനെ ഈ ഒരു 2 ട്രേഡുകൾ 2 സൈഡിലേക്കായിട്ട് അത് രണ്ടും പ്രോഫിറ്റിൽ കലാശിക്കുന്ന ഒരു ദിവസമായിരുന്നു വിപ്രോയിൽ. അതുപോലെ ഇനി ONGC, നമ്മുടെ ട്രേഡ് എന്നുണ്ടായിരുന്നത് ONGCയിലാണ്. ഒപ്പം തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് 2 പോയിൻ്റുകൾ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ആണ്, ഇതിനെ കട്ട് ചെയ്താൽ മുകളിൽ ഇതൊരു റെസിസ്റ്റൻസ് ആണ്. ഇനി താഴത്തേക്ക് വരുവാണെങ്കിൽ ഇത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും, നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ പോയിൻ്റ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആസ് എ ട്രേഡർ നമുക്ക് 2 കാര്യമേ ചെയ്യാനുള്ളൂ. നമുക്കറിയാം മാർക്കറ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഒന്നെങ്കിൽ ട്രെൻഡിങ് മാർക്കറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സൈഡ് വേസ് മാർക്കറ്റ് ആയിരിക്കും. ഇതല്ലാതെ മറ്റൊരു ഓപ്ഷൻ മാർക്കറ്റിനില്ല. അതുപോലെ തന്നെ ഒരു ട്രേഡർക്കും ഒരു പർട്ടിക്കുലർ പ്രൈസ് ആക്ഷൻ പോയിൻ്റ് കണ്ടുപിടിച്ചാൽ 2 കാര്യങ്ങളേ ചെയ്യാനുള്ളൂ. ഒന്നെങ്കിൽ ഇവിടുന്ന് ബൈ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് സെല്ല് ചെയ്യാം. നമുക്കറിയാം നമ്മൾ റിവേഴ്സൽ ട്രേഡറാണ്, അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പ്രൈസ് അപ്രോച്ച് ചെയ്ത് ഇവിടെ വരുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യും. നിങ്ങൾക്കിവിടെ കാണാം ഈ പ്രൈസിൽ നമ്മൾ ഇന്ന് സെല്ല് ചെയ്താണ് ഇവിടെ അടയാളപ്പെടുത്തി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല. ഒരു ടാർഗറ്റും ഒരു സ്റ്റോപ്പ് ലോസും പ്ലേസ് ചെയ്യുക. ഒന്നെങ്കിൽ ടാർഗറ്റ് കിട്ടും, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കിട്ടും. ഇത് രണ്ടും ഏത് കിട്ടിയാലും അത് നമ്മുടെ കഴിവുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലെന്ന് പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ 2-1 നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നിവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടി. ഇനി അത് നമ്മൾ റിവേഴ്സൽ ട്രേഡർ ആയതുകൊണ്ടിട്ടാണ്. ഒരു ട്രെൻഡ് ട്രേഡർ ആണെങ്കിൽ അയാൾക്ക് ഈ പർട്ടിക്കുലർ പ്രൈസിൽ മാർക്കറ്റ് റിജക്ഷൻ എടുത്ത് പുൾ ബാക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ക്രോസ് ചെയ്ത് മുകളിലേക്ക് ക്ലോസിങ് തരുമ്പോൾ അയാൾക്ക് അവിടെ ട്രെൻഡിങ് ട്രേഡർക്ക് എൻട്രി എടുക്കാം. അയാളെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് താഴത്തേക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടാം, അതല്ലെങ്കിൽ മുകളിലേക്ക് ടാർഗറ്റ് കിട്ടാം. അപ്പോൾ അങ്ങനെ ട്രെൻഡ് ട്രേഡ് ചെയ്യുന്ന ആൾക്ക് ഇന്ന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ റിവേഴ്സൽ ട്രേഡർക്ക് ലോസ് കിട്ടി. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്താണോ എല്ലാത്തിനും അതിൻ്റേതായ ഒരു ആവറേജ് ഉണ്ടാവും.
അപ്പോൾ ഇതിൻ്റെ വിന്നിങ് റേഷ്യോ, ആവറേജ് വിന്നിങ് റേഷ്യോ എന്ന് പറയുന്നത് ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക്, മനസ്സിലാക്കുക, ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെയധികം നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്നും പറഞ്ഞ് അത് കേട്ട് നമ്മൾ ട്രേഡ് എടുത്താൽ നമുക്ക് കിട്ടാവുന്ന മാക്സിമം വിൻ റേഷ്യോ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരു സ്ഥാപനം 10 വർഷത്തെ ഡാറ്റ എടുത്ത് പല പല സ്റ്റോക്കുകളിൽ പഠിച്ചതിൽ നിന്ന് അവർക്ക് കിട്ടിയ കണക്ക് ഇതാണ്, 54%. ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ഒരു ട്രേഡർക്ക് വിജയസാധ്യത 54%. എന്നാൽ റിവേഴ്സൽ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് സാധ്യത കാണാൻ കഴിഞ്ഞത് 72%. നമുക്കറിയാം, നമ്മൾ ഇന്നത്തെ നമ്മുടെ ജേണലിൽ ONGCയിൽ നമ്മൾ ലോസ് അടയാളപ്പെടുത്തി വെച്ചു. അപ്പോൾ ഈ മാസം മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 5 ദിവസം നമുക്ക് ലോസ് കിട്ടി, 3 ദിവസം നമുക്ക് പ്രോഫിറ്റ് കിട്ടി. 38% വിൻ റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എന്നിരുന്നാലും നെറ്റ് നമ്മൾ ഈ മാസം 4% പ്രോഫിറ്റിലാണുള്ളത്. ഇനി ONGC ഇന്ന് നമുക്ക് ലോസാണ്, പക്ഷേ കഴിഞ്ഞ 2 ദിവസം നമുക്ക് പ്രോഫിറ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ ONGCയിൽ ഷോർട്ടല്ല ചെയ്തത്, ബൈ ആണ് ചെയ്തത്. ഷോർട്ട് സെല്ല് ചെയ്തില്ല, ബൈ ലോങ് എൻട്രിയാണ് നമ്മൾ എടുത്തത്. നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഈ ഒരു ഓർഡർ ബ്ലോക്കാണ് ഇന്നലത്തെ മാർക്കറ്റിൽ നമ്മളിവിടെ അടയാളപ്പെടുത്തിയിരുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ മുകളിലേക്ക് എൻട്രി എടുത്തത്. ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുത്തപ്പോൾ നമുക്കിങ്ങോട്ടേക്ക് 1% ടാർഗറ്റ് കിട്ടി ഇന്നലെ. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ റിവേഴ്സൽ ട്രേഡറാണ്, അതുകൊണ്ടാണ് താഴത്തേക്ക് വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ നമ്മൾ എഗെയിൻസ്റ്റ് ഓർഡർ എടുത്തതെന്ന് പറഞ്ഞു. ഇനി ട്രെൻഡ് ട്രേഡർക്കാണെങ്കിൽ ഇന്നലെ അയാൾ വേറെ രീതിയിലായിരിക്കും ചെയ്യേണ്ടത്, നമ്മൾ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അയാൾക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു എൻട്രി എടുത്താൽ ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് കിട്ടും, അല്ലെങ്കിൽ ടാർഗറ്റ് കിട്ടും. ഇന്നത്തെ ദിവസം ലോസ് അടിച്ചു, ഇന്നലത്തെ ദിവസം ടാർഗറ്റ് അടിച്ചു. ഇനി ഇതിനകത്ത് നമ്മുടെ കഴിവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. നമുക്ക് ഈ പർട്ടിക്കുലർ പോയിന്റുകൾ അടയാളപ്പെടുത്തി വെച്ചതുകൊണ്ട് നമ്മൾ അവിടെ എൻട്രി എടുക്കുന്നു എന്നേ ഉള്ളൂ. മറിച്ച് ഈ ഒരു പോയിന്റും അറിയാത്ത ഒരാളാണെങ്കിലും എവിടെയെങ്കിലും പോയി നിങ്ങൾ എൻട്രി എടുത്താൽ പോലും നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു സ്റ്റോപ്പ് ലോസും ഒരു ടാർഗറ്റും 1:2 റിസ്ക് റിവാർഡ് വെച്ചിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡ്, സപ്പോസ് ഒരു 100 ദിവസം നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്താലും നിങ്ങൾക്കും 50-50 വിൻ റേഷ്യോ കിട്ടാനുള്ള സാധ്യത മാർക്കറ്റിൽ എല്ലാ സ്ട്രാറ്റജികൾക്കുമുണ്ട്. അതായത് ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഈ മാർക്കറ്റിലെ ചാർട്ടുകൾ പഠിച്ച് വിശകലനം ചെയ്ത് അതിനകത്ത് കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ വിജയിക്കാൻ എളുപ്പം ഒരു ദിവസം ഒരു ട്രേഡ് എടുക്കുകയേ ഉള്ളൂ എന്നൊരു തീരുമാനം എടുക്കുകയും അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക്, ഇപ്പോൾ 100 ദിവസമാകാം, 200 ദിവസമാകാം, എത്രയാണോ, ഒരു സ്റ്റഡി നടത്താൻ എന്ന രീതിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ കണ്ടിന്യൂസ് ട്രേഡ് എടുത്തുകൊണ്ടിരുന്നാൽ ഏത് സ്ട്രാറ്റജി ആയിക്കോട്ടെ, ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം എടുക്കുക, 1:2 റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. നമുക്ക് ഒരു സത്യാവസ്ഥ അറിയാൻ പറ്റുന്നത് ഒരു പക്ഷേ ഇതായിരിക്കും, ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ചാലും ആ സ്ട്രാറ്റജിയിലെല്ലാം ഈ റിസ്ക് റിവാർഡ് വെച്ചിട്ട് നമ്മുടെ ക്യാപിറ്റൽ മാനേജ്മെൻറ്റിലൂടെ, മണി മാനേജ്മെൻറ്റിലൂടെ ഏതൊരാൾക്കും വിജയിക്കാൻ പറ്റും എന്നൊരു സത്യമായിരിക്കും ഒരുപക്ഷെ നമ്മളവിടെ കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള മാനസികാവസ്ഥയൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇരുന്ന് നമ്മളത് ചെയ്യേണ്ടി വരും. കഴിഞ്ഞ ദിവസവും, അതായത് 12-ാം തീയതി നമ്മൾ ചെയ്തത് ഈ ഒരു റെസിസ്റ്റൻസ് പോയിൻ്റ് തന്നെയായിരുന്നു അന്നും ഉണ്ടായിരുന്നത്. നമ്മൾ ഈ ഒരു സെക്കൻഡ് റെഡ് ക്യാൻഡലിൻ്റെ മുകളിൽ ഇവിടെയാണ് നമ്മൾ എൻട്രി അന്ന് എടുത്തിരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം സ്റ്റോപ്പ് ലോസ് പിന്നീട് ഹിറ്റ് ചെയ്തിട്ടില്ല, താഴത്തേക്ക് 1% അന്നും നമുക്ക് ടാർഗറ്റ് കിട്ടിയിരുന്നു. 1:2 റിസ്ക് റിവാർഡ് അന്നും കിട്ടിയിരുന്നു. അപ്പോൾ റിവേഴ്സൽ ട്രേഡ് ഈ പറഞ്ഞ രീതിയിൽ ഇതിനകത്ത് അന്നൊക്കെ വർക്ക് ചെയ്തിരുന്നു, ഇന്നത് വർക്ക് ചെയ്തില്ല. ഇത് നമ്മുടെ കഴിവായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് വെച്ചാൽ ഒരു ബന്ധവും ഇല്ല. മാർക്കറ്റ് ഒരു ദിവസം ട്രെൻഡിങ് ആകാം, ഒരു ദിവസം സൈഡ് വൈസ് ആകാം. അത് ഏത് ദിവസമാണ് ട്രെൻഡിങ് ആകാൻ പോകുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ തന്നെ സൈഡ് വൈസും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് ട്രെൻഡിങ് ആയതുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടി, ഇന്ന് സൈഡ് വൈസ് ആയിരുന്നുവെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുത്തോളം റിവേഴ്സൽ ട്രേഡുകൾ 72% വിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിതിനെ ഫോളോ ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ വിപ്രോയിൽ പ്രോഫിറ്റ് അടിക്കുന്നത് കണ്ടു, ONGCയിൽ ലോസ് അടിക്കുന്നത് കണ്ടു. ഇനി പവർ ഗ്രിഡ് നോക്കാം. പവർ ഗ്രിഡിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാം ഇത് ഓപ്പൺ ചെയ്തത് ഈ നമ്മൾ അടയാളപ്പെടുത്തിയിരുന്ന പ്രൈസ് ആക്ഷൻ ലൈനിന് തൊട്ടടുത്താണ്. മുകളിലേക്ക് പോയതിന് ശേഷം റിജക്ഷൻ എടുത്ത് താഴത്തേക്ക് തന്നെ പോന്നു.
ഇവിടെ നിന്ന് സെല്ല് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റിലേക്ക് ഇന്ന് അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് 1:1.5% ചേഞ്ചാണ്. അതായത് 1:3 റിസ്ക് റിവാർഡ് കിട്ടുന്നൊരു ട്രേഡാണ് അവിടെ കിട്ടിയേക്കുന്നത്. ഇനി താഴത്തുനിന്ന് മുകളിലേക്ക് ഒരാൾ ട്രേഡ് എടുത്താൽ എന്ത് സംഭവിക്കുമായിരുന്നു, അതും കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം. സ്റ്റോപ്പ് ലോസ് എന്തായാലും ഹിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ റിവേഴ്സൽ ട്രേഡ് ഇവിടുന്ന് എടുക്കുന്ന ഒരാൾക്കാണെങ്കിലും 1:1 ആ ട്രേഡ് ഇവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട്. 0.5% ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. സോ 2 എൻട്രിയിലും സ്റ്റോപ്പ് ലോസ് ഇല്ല. എന്നാൽ ഇവിടെ നല്ലൊരു എൻട്രി താഴത്തേക്ക് 1:3 അയാൾക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇനി BPSൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നല്ല രീതിയിൽ മുകളിലേക്ക് വരുന്നു. ഇവിടെ മുകളിൽ ഇത് ഹിറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കവിടെ എൻട്രി എന്തായാലും കിട്ടത്തില്ല. പ്ലേസ് ചെയ്തിരുന്നാലും അത് ഹിറ്റ് ചെയ്യാത്തത് കൊണ്ട് കിട്ടുന്നില്ല. പിന്നെ എൻട്രി വരുന്നത് താഴത്താണ്. ഇവിടെ വന്ന് മുകളിൽ നിന്ന് താഴത്തേക്ക് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ട്രേഡ് എടുക്കാം. റിവേഴ്സൽ ട്രേഡ് ആണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഹിറ്റ് ചെയ്യുമ്പോൾ എടുത്താൽ എന്ത് റിസൾട്ട് കിട്ടുമെന്ന് നോക്കാം. ഇവിടുന്ന് സ്റ്റോപ്പ് ലോസ് നമ്മൾ 0.5% ആണ് വെക്കുന്നത്. അതിലേക്കൊന്നും മാർക്കറ്റ് പോയിട്ടില്ല. സോ ദാറ്റ് ഇവിടെ എൻട്രി എടുത്ത ഒരാൾക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നില്ല. മറിച്ച് മുകളിലത്തെ ടാർഗറ്റിൽ പോയി ഹിറ്റ് ചെയ്യുന്നുണ്ട്. 1.24% ആണ്. അതായത് 1:2 റിസ്ക് റിവാർഡ് ആ ട്രേഡിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 4 നോക്കി. അതിൽ 3 റിവേഴ്സൽ ട്രേഡ് വിൻ ചെയ്യുന്നുണ്ട്. ഒരെണ്ണത്തിൽ മാത്രമേ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നുള്ളൂ. NTPC നോക്കിക്കഴിഞ്ഞാൽ മുകളിലത്തെ ടാർഗറ്റിൽ പോയി ഹിറ്റ് ചെയ്തിട്ടില്ല. താഴത്ത് വന്നിട്ടാണ് ഇത് ഹിറ്റ് ചെയ്തേക്കുന്നത്. ഒപ്പം തന്നെ താഴത്തു നിന്നാണ് ആ ഒരു ട്രേഡ് എടുക്കുന്നതെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, ഈവനിങ്ങിലേക്കാണ് 2:20 ആയിട്ടാണ് അവിടെ വരുന്നത് പ്രൈസ്. അത് സ്റ്റോപ്പ് ലോസിലേക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതുപോലും സ്റ്റോപ്പ് ലോസിൽ പോയിട്ടില്ല. പ്രോഫിറ്റിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുക. ടാർഗറ്റൊന്നും കിട്ടുന്നില്ല. ഓക്കെ, അത് പോട്ടെ. ഇനി ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ മാർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നതാണ്. ഏകദേശം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ക്യാൻഡിൽ താഴത്തേക്ക് വെച്ചു. ഒരു റീടെസ്റ്റ് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അല്ല അടയാളപ്പെടുത്തേണ്ടത് എന്നൊരു തോന്നൽ നമുക്കുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈൽ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ ക്ലോസിങ് വെച്ചിട്ട് ദാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ബയേഴ്സ് 0, സെല്ലേഴ്സ് 285K. സോ ദാറ്റ് ഈ ഏരിയയിൽ സെല്ലേഴ്സ് മാത്രമേ ഉള്ളൂ, ബയേഴ്സ് ഇല്ല. നേരെ മറിച്ച് നമ്മൾ അടയാളപ്പെടുത്തിക്കുന്ന ഈ ലൈനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ബയ്യർ 89K ആണ്, സെല്ലർ 221 എന്നാൽ അതിൻ്റെ തൊട്ട് മുകളിലാണെങ്കിലും സെല്ലേഴ്സ് തന്നെയാണ് കൂടുതൽ. ഇത് കണ്ടിട്ടാണ് നമ്മൾ ഇട്ടത്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ നമുക്കവിടെ ഉണ്ടായിരുന്നു, താഴത്തേക്ക് ഇറക്കി വെക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന്. ആ കൺഫ്യൂഷൻ കറക്റ്റായിരുന്നു. ഇതാണ് മാർക്കറ്റ് എടുത്തിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ഓരോ ദിവസം പഠിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാം മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു. തൊട്ട് മുകളിൽ വലിയ ചേഞ്ചൊന്നുമില്ല. ഓപ്പൺ ചെയ്തെടുത്തുനിന്ന് ഒരു 0.32% ചേഞ്ചേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും അവിടെ മാർക്കറ്റ് നല്ലൊരു റെസിസ്റ്റൻസ് എടുത്ത് താഴത്തേക്ക് ഫോൾ ചെയ്യുന്നതാണ് കണ്ടത്. ധാരാളം സമയം ആ ഏരിയയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാനിരിക്കുന്ന ഒരാൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പറ്റിയില്ലെങ്കിലും ഇത് നല്ലൊരു റെസിസ്റ്റൻസ് ആണെന്ന് പതുക്കെ ധാരാളം സമയമെടുത്ത് മനസ്സിലാക്കി താഴത്തേക്ക് ട്രേഡ് എടുക്കാൻ പറ്റുമായിരുന്നു. ടാർഗറ്റ് കിട്ടുകയും ചെയ്യുമായിരുന്നു. ഇനി അവിടെ എടുത്തില്ലെങ്കിൽ പോലും റൺ ടൈം ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേഷൻ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. വലിയ മൂവാണ് താഴത്തേക്ക് നടത്തിയേക്കുന്നത്. അതിനുശേഷം ഇവിടെ ഓർഡർ പ്ലേസ് ചെയ്താൽ പോലും അതിനുശേഷം റീടെസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് പോലും അയാൾക്ക് എൻട്രി എടുത്തിട്ട് താഴത്തേക്ക് 1:2 റിസ്ക് റിവാർഡ് കിട്ടാനുള്ളത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്നിപ്പോൾ ഈ ഒരു ട്രേഡ് കിട്ടിയില്ല എന്ന് കരുതിയാലും ബാക്കി 4-ൽ 3 ട്രേഡ് പ്രോഫിറ്റും 1 ട്രേഡ് മാത്രം ലോസും സംഭവിക്കുകയാണ് റിവേഴ്സൽ ട്രേഡിങ്. ഈ രീതിയിൽ നമ്മൾ കണ്ടിന്യൂസ് വാച്ച് ചെയ്യുക. ഒരു 100 ദിവസത്തെ ഡാറ്റ നിങ്ങൾ എടുത്തു നോക്കുക. എത്ര ശതമാനം വിൻ റേഷ്യോ ഉണ്ടെന്നൊന്ന് പഠിച്ചു നോക്കുക. അതിനുശേഷം ഒരു കാര്യം കൂടെ നിങ്ങൾക്കിവിടെ മനസ്സിലായി, നമ്മൾ അടയാളപ്പെടുത്തുന്നതിൽ തെറ്റൊക്കെ വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ്ലി ഇത് ചെയ്ത് വരും തോറും നമ്മൾ അടയാളപ്പെടുത്തുന്നതിൽ എറേഴ്സ് കുറഞ്ഞു വരും എന്ന് ആരും പറയേണ്ട കാര്യമില്ല, നമുക്കെല്ലാവർക്കും അറിയാം. അതിനനുസരിച്ച് നമ്മുടെ വിൻ പ്രോബബിലിറ്റി കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും, നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയും കൂടുന്നുണ്ടാവും. അപ്പോൾ കുറച്ച് സമയം കൊടുത്താൽ ഈ ഒരു സ്ട്രാറ്റജി തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ, ഈ ഒരു സ്ട്രാറ്റജിയോ മറ്റേത് സ്ട്രാറ്റജി ആയിക്കോട്ടെ, അത് നിങ്ങൾ കണ്ടിന്യൂസ് ഫോളോ ചെയ്ത് പോകുകയും ചെയ്താൽ ക്ഷമയോടുകൂടെ ഡിസിപ്ലിനോടുകൂടെ ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം വെച്ച് ചെയ്ത് പോകുന്ന ഒരാൾക്ക് മാർക്കറ്റിനെ സിമ്പിളായിട്ട് കീഴ്പ്പെടുത്താൻ പറ്റും.
നേരെ മറിച്ച് ഇതിനകത്ത് വന്നിട്ട് നമുക്കെന്തോ ഭയങ്കര കഴിവുള്ള ആളാണ് എന്നൊക്കെ ഒരു തോന്നൽ, തെറ്റിദ്ധാരണയൊക്കെ വെച്ചിട്ട് ആ തോന്നലിൻ്റെ പുറത്ത് മാർക്കറ്റിനെ നാളെ അങ്ങ് കീഴ്പ്പെടുത്തി കളയാം എന്ന് വിചാരിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിപരമായ തീരുമാനങ്ങളെടുത്ത് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആകുന്നതും മാർക്കറ്റ് നമ്മളെ അടിച്ച് വെളിയിൽ കളയുന്നതും. അപ്പോൾ അമ്മാതിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരുന്നാൽ മാത്രം മതി നല്ല രീതിയിൽ വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണുമ്പോഴേക്കും താങ്ക് യു.